മകനായി തീരുന്നത് എന്ന് നമ്മൾ കാണുന്നു. Let me put it in more familiar language. നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ നമുക്കത് കേൾക്കാം. We are not justified by keeping the Mosaic law. മോശയുടെ ന്യായപ്രമാണം ചെയ്യുന്നതിലല്ല നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നത്. Instead, we are justified by faith in Jesus Christ. എന്നാൽ നാം നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തുയേശുവിലുള്ള കൃപയാലുള്ള ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ്. Both Jew and Gentile, and most of us are Gentiles, are children of Abraham in Christ Jesus. യഹൂദനായാലും നമ്മെ പോലെ യവനന്മാരായിരുന്നാലും ക്രിസ്തുയേശുവിലൂടെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായിരുന്നു. Let me repeat verses 1 to 3 and explain what Paul is saying there. Now I say, as long as the heir is a child, he does not differ at all from a slave, although he is owner of everything, but he is under guardians and managers until the date set by the father. So we too, when we were children, were held in bondage under the elementary principles of the world. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. Unlike in Tirula, where I notice most people are driving on the left side of the road, തിരുവല്ലയിൽ എല്ലാവരും റോഡിന്റെ ഇടത് ഭാഗത്താണ് വണ്ടി ഓടിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. In Bangalore we have a unique privilege. ബാംഗ്ലൂരില് ഒരു പ്രിവിലേജ് ആണ് നമുക്കുള്ളത്. We drive on what is left of the road. നാം റോഡിന്റെ ബാക്കി എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതുവഴി ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നു. We are meant to be a glorious garden city. നമ്മള് ഒരു പൂന്തോട്ട നഗരമായിട്ടാണ് ബാംഗ്ലൂരിനെ പറയുന്നത്. But all we are known for is garbage. എന്നാൽ ഇപ്പോൾ അഴുക്കുകളും മലിനതകളും നിറഞ്ഞ ഒരു നഗരമായി ബാംഗ്ലൂർ തീർന്നു. Israel's story is very similar to Bangalore's. ഇസ്രായേലിന്റെ കഥയും ഒട്ടും വിഭിന്നമല്ല. They were meant to be Abraham's descendants. അബ്രഹാമിന്റെ സന്തതിയായിട്ട് വിളിക്കപ്പെട്ട ഒരു ജനത. By keeping the law, they were supposed to show all the world how blessed it is to live under Yahweh's rule. ന്യായപ്രമാണം പ്രമാണിക്കുന്നതിലൂടെ അനുസരിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ കാണിക്കുവാനായിട്ട് അവർ ബാധ്യസ്ഥരായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് യഹോവയുടെ കീഴിൽ ജീവിക്കുന്നത്. And then through Israel, the whole world was supposed to, or rather all nations were supposed to enjoy the blessings that were promised to Father Abraham. ഇസ്രായേലിലൂടെ ലോകം മുഴുവൻ അബ്രഹാമിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് ഇസ്രായേലിലൂടെ ലഭിക്കുവാനായിട്ട് ബാധ്യസ്ഥരായിരുന്നു. And if you read the Old Testament, you'll see that Israel not only failed to keep the law again and again, but they ended up becoming a block for the whole world. പഴയ നിയമം നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇസ്രായേൽ മക്കൾ ഈ ന്യായപ്രമാണം അനുസരിക്കാതിരുന്നു എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു തടസ്സമായിട്ട് ദൈവത്തിലേക്ക് വരുവാൻ ഒരു തടസ്സവുമായി തീർന്നു എന്നതാണ്. The law of Moses promised blessing and cursing in the land. വാഗ്ദത്ത നാട്ടിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും മോശയുടെ ന്യായപ്രമാണം നൽകി. You'll see this especially in Deuteronomy 28 to 30. ആവർത്തന പുസ്തകം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. It's like driving in Bangalore. ബാംഗ്ലൂരിൽ വണ്ടി ഓടിക്കുന്നതിന് സമാനമാണിത്. Stick to the road. റോഡിൽ വണ്ടി ഓടിക്കുക. You will be blessed. നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. Get off the road. റോഡിന്റെ വെളിയിൽ പോയാൽ you will get stuck. നിങ്ങളും ബ്ലോക്കിൽ അകപ്പെടും. And you will get everyone else stuck. മറ്റുള്ളവരെയും നിങ്ങൾ ബ്ലോക്ക് ആക്കും. Israel was supposed to be a light to the nations. മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെളിച്ചമായി തീരുവാനായിട്ടാണ് ഇസ്രായേലിനെ വിളിച്ചത്. But Israel decided again and again to run after garbage when God offered glory. ദൈവം മഹിമ അവിടെ നൽകാനായിട്ട് ഇസ്രായേലിനെ വിളിച്ചപ്പോൾ ഇസ്രായേൽ അഴുക്കിലേക്കും തെറ്റായ രീതികളിലേക്കും പോകാനായിട്ട് തീരുമാനിച്ചു. And instead of people coming to Israel and experiencing the Lord, Israel was kicked out of the land into nations just like all of them. രാജ്യങ്ങൾ മറ്റു ജനതകൾ എല്ലാവരും ഇസ്രായേലിലൂടെ ദൈവത്തെ കാണുവാൻ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് പ്രതീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്രായേലിന്റെ തെറ്റ് നിമിത്തം ഇസ്രായേലിനെ അവരുടെ സ്ഥലത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിക്കുവാനായിട്ട് ഇടയായി. God's good law ended up making Israel stumble.
ദൈവത്തിന്റെ ഈ നല്ല ന്യായപ്രമാണം ഇസ്രായേൽ തട്ടി വീഴുവാനായിട്ട് ഇടയായി. And Israel in turn made everyone else stumble. അതിൽ കൂടെ മറ്റുള്ളവരും തട്ടി വീഴുവാനായിട്ട് ഇടയായി. The sad story is at the end of it all, Israel was kicked out of the land, exiled. സങ്കടകരമായ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ തങ്ങളുടെ ആ വാഗ്ദത്ത നാട്ടിൽ നിന്ന് തട്ടിക്കളയുവാനായിട്ട് ഇടയായി. Because of their sin. അവരുടെ പാപം നിമിത്തം. And the nations were enslaved just like Israel because of their sin. മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ പോലെ തന്നെ തങ്ങളുടേതായ പാപങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഇടയായി. And that's what verses 1 to 3 is talking about. Abraham's descendants, like a young heir, were supposed to inherit everything. But we, both Jew and Gentile, ended up being enslaved. അതാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതികളായ എല്ലാ അനുഗ്രഹങ്ങളും യഹോവയിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ അടിമകളായി തീർന്നു, ദാസനായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. The Jews were enslaved to Babylon and later Rome. യഹൂദന്മാർ ബാബിലോണിലും പിന്നീട് റോമ സാമ്രാജ്യത്തിനും അടിമപ്പെട്ടു. And we Gentiles were enslaved to our own idolatry. നാം യവനന്മാരായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മളുടേതായ രീതിയിലുള്ള വിഗ്രഹാരാധനകളിൽ അടിമപ്പെട്ടു പോയി. Everyone is enslaved. എല്ലാവരും അടിമപ്പെട്ടു പോയി എന്ന് നമ്മൾ കാണുന്നു. So what is the solution? എന്താണ് ഇതിനൊരു പ്രതിവിധി? Rescue, redemption. രക്ഷ, വീണ്ടെടുപ്പ്, ഇതാണ് ഇതിന്റെ പ്രതിവിധി. And this is where God's plan shows up. അതാണ് യഹോവയുടെ പദ്ധതിയായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. Take a look at Galatians 4 verse 4. 4-ാമത്തെ വാക്യത്തിൽ ഒന്ന് നമുക്ക് നോക്കാം. But when the fullness of time came, God sent his son, born of a woman, born under the law. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയമിച്ചു. Did you see the phrase fullness of time? കാലസമ്പൂർണ്ണത എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? That tells us that God was planning something. അതിന്റെ അർത്ഥം ദൈവം ഒരു പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. This is not some accident. ഇതൊരു പൊടുന്നനെ സംഭവിച്ച ഒരു പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. He had set a date and set a plan and set up the entire story of the Old Testament for this. ദൈവം ഒരു സമയം ക്രമീകരിച്ചു, ദൈവം ഒരു പദ്ധതി ഇട്ടു, ദൈവം ഒരു കഥ പൂർണ്ണമായിട്ട് എഴുതുകയായിരുന്നു. God sent his son. ദൈവം തന്റെ പുത്രനെ അയച്ചു. A man just like all humanity, born of a woman. മറ്റേതൊരു മനുഷ്യനെ പോലെയും ഒരു മനുഷ്യനായി ജനിച്ച, ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനായി ജനിച്ചു. A Jew, like all Jews, was born under the law of Moses. മറ്റ് യഹൂദന്മാരെ പോലെ ഒരു യഹൂദനായി മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. Paul is actually borrowing language from the Exodus. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഭാഷ കടമെടുത്താണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. Just like God rescued and redeemed his people from Egypt, now God is going to set up another rescue. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ച ആ കഥ ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ തന്നെ യഹോവയായ ദൈവം ജനത്തെ രക്ഷിക്കുവാനായിട്ട് വേറൊരു പദ്ധതി ഇടുന്നതായിട്ട് നമ്മൾ കാണാം. And if you remember, God used to call Israel his beloved son. ഇസ്രായേലിനെ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ മകനായിട്ടാണ് യഹോവ എപ്പോഴും വിളിച്ചിരുന്നത്. But this son in Galatians 4, ഈ മകൻ ഗലാത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ മകൻ is the perfect Israelite. ഈ മകൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. So God's plan is to send his son, the perfect Israelite, the perfect human, as a redeemer for both Israel and Gentiles. ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു, യേശുക്രിസ്തു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇസ്രായേലിയനായിരിക്കുന്ന, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണത നിറഞ്ഞ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നതായിട്ട്. And this plan is what the Old Testament is all about.
ഇതാ ഈ പദ്ധതിയാണ് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. Beloved, can I ask you something? ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, How do you read and enjoy your Old Testament? എപ്രകാരമാണ് നിങ്ങൾ പഴയ നിയമം വായിക്കുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്? Can we see God's grand plan to fill the earth with His glory? നമുക്ക് ദൈവത്തിന്റെ ആ വലിയ പദ്ധതി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? തന്റെ മഹത്വം ഈ ലോകത്തിൽ മുഴുവൻ വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട്. Is my life aligned to God's plan? എന്റെ ജീവിതം ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്ന ഒന്നാണോ? It's a new year, and so let me leave you with an easy challenge. പുതിയ വർഷം ഒരു പുതിയ ഇത് ഞാൻ തരട്ടെ. As we read our Bible, ദൈവവചനം വായിക്കുമ്പോൾ let us count the number of times God's glory shows up. നമുക്ക് ഓരോ പ്രാവശ്യവും ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണിക്കപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്കൊന്ന് എണ്ണാം. You will be amazed. നമ്മൾക്ക് എല്ലാവർക്കും നാം എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോകും. God's grand plan. ദൈവത്തിന്റെ അതിമഹത്തായ ആ പദ്ധതി. In the last 2 days, I called Naveen Achacha a grand total of 9 times. കഴിഞ്ഞ 2 ദിവസത്തിൽ നവീന ശരനെ ഞാൻ 9 പ്രാവശ്യം വിളിച്ചതായിട്ട് ഓർക്കുന്നു. Each time it was to tell him that my plan was changing. ഓരോ പ്രാവശ്യവും എൻ്റെ പദ്ധതി മാറുന്നതായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. We'll stay here. No, we'll stay there. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കും, പിന്നെ പറഞ്ഞു ഇല്ല ഞങ്ങൾ അവിടെ ആയിരിക്കും താമസിക്കുന്നത്. We'll come and eat. No, we'll eat and come. ഞങ്ങൾ ആദ്യം വന്ന് കഴിക്കാമെന്ന് പറയുന്നു, പിന്നെ ഞങ്ങൾ പറയുന്നു ഇല്ല ഞങ്ങൾ കഴിച്ചിട്ട് വന്നോളാം. We'll come at 8 p.m. No, we'll come at 9 p.m. ഞങ്ങൾ 8 മണിക്ക് വരാമെന്ന് ആദ്യം പറയുന്നു, പിന്നീട് ഇല്ല 9 മണിക്കാകുമെന്ന് പറയും. Like the great sage of our age, the pundit and pugilist boxer, Mike Tyson wisely said, everyone has a plan until they get hit in the mouth. ബോക്സറായ മൈക്ക് ടൈസൺ പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുന്നു. എല്ലാവർക്കും ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതി തന്റെ മുഖത്ത് ഒരു ഇടി കിട്ടുന്നിടം വരെ മാത്രമേ ഉള്ളൂ. Everyone except God. എല്ലാവർക്കും ദൈവം ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പദ്ധതികൾ ഇപ്രകാരം. He is the only one whose plans succeed. ദൈവത്തിന്റെ പദ്ധതി മാത്രം നിർവൃതിയാകുന്നു എന്ന് നമ്മൾ ഓർക്കണം. Try punching God's mouth. ദൈവത്തിന്റെ മുഖത്തൊന്ന് ഇടിച്ചു നോക്കിയാട്ടെ. He is the only one who completes his to-do list. ദൈവം മാത്രമാണ് തന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പൂർണ്ണമാക്കുന്ന ഏക വ്യക്തി ദൈവം മാത്രമാണ്. That's what we see in verses 1 to 4. God's grand plan, a plan of redemption from slavery, a plan of redemption from idolatry. ഇതാണ് നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ദൈവത്തിന്റെ വിഗ്രഹാരാധനയിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ പദ്ധതി ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. And like I mentioned earlier, that one plan has 2 explicit purposes. ഈ 2 പദ്ധതികൾക്ക് ഈ ഒരു പദ്ധതിക്ക് 2 ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. Take a look at verse 5. 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. And observe the phrase so that. അവിടെ അതിനായി അതുകൊണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിൽ അതില്ല. That phrase tells us that a purpose is coming. So that എന്ന മലയാളത്തിൽ ഇരിക്കുന്നു തന്നെ എന്നുള്ളത് ഇതാ തോന്നുന്നു. അത് കാണിക്കുന്നത് നമ്മളുടെ ഉദ്ദേശം, നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം വരുന്നു എന്നാണ്. You'll see that happen twice in verse 5. 5-ാമത്തെ അധ്യായത്തിൽ 2 പ്രാവശ്യം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. So that he might redeem those who are under the law, that's 1. And number 2, so that we might receive the adoption as sons, and some versions also have daughters. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. അങ്ങനെ 2 പ്രാവശ്യം അതവിടെ ആ ഉദ്ദേശം കാണിക്കുന്നു. The first purpose is that God sent his son so that he would redeem those under the Mosaic law, that's Israel. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാനായിട്ടാണ്, അതായത് ഇസ്രായേൽ മക്കളെ. And this son, ഈ മകൻ, ഈ പുത്രൻ, this perfect Israelite in God's plan was sent to redeem Israel from that horrible curse.
ദൈവത്തിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ഈ പൂർണ്ണതയുള്ള ഇസ്രായേൽ, പൂർണ്ണതയുള്ള മനുഷ്യനെ ദൈവം അയക്കുന്നു. Remember, as light to the nations, they were supposed to give all the other nations blessing. രാജ്യങ്ങൾക്ക് വെളിച്ചമായിരിക്കേണ്ട ഇസ്രായേൽ എന്ന രാജ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുവാനായിട്ട് ആണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. But they themselves were cursed. എന്നാൽ അവർ തന്നെ ശാപമായി തീർന്നു. So God sends the perfect Israelite, who is known as the light of the world, who fulfills the law and the prophets by bearing the curse of the law himself. We call him Jesus the Messiah. അതുകൊണ്ട് ഈ ലോകത്തിന്റെ വെളിച്ചമായ പൂർണ്ണതയുള്ള ഇസ്രായേലിയനായ യേശുക്രിസ്തു എന്ന് നാം വിളിക്കുന്ന ഈ വ്യക്തിയെ ദൈവം ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട്, വീണ്ടെടുക്കുവാനായിട്ട്, വിലയ്ക്ക് വാങ്ങുവാനായിട്ട് അയക്കുന്നു. So tell me, if Jesus took away the curse, what is left? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു കർത്താവ് ആ ശാപമെല്ലാം ഏറ്റെടുത്തു എങ്കിൽ എന്താണ് അവിടെ ബാക്കിയുള്ളത്? Blessing. അനുഗ്രഹം മാത്രം. Abraham's blessing through Jesus to all nations. അബ്രഹാമിന് ഉള്ള അനുഗ്രഹം, കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം എല്ലാ രാജ്യത്തിലെ, എല്ലാ ജാതിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്. And that's what we remember when we remember what we call the new covenant. അതാണ് പുതിയ നിയമം എന്നതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. It's like someone fixed all of Bangalore's roads and taught people how to drive. ബാംഗ്ലൂരെ റോഡുകളെല്ലാം ശരിയാക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. So first purpose, Israel to be redeemed from under the law. ആദ്യത്തെ ഉദ്ദേശം ഇസ്രായേലിനെ നിയമത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി. But why should Israel be redeemed from the law? പക്ഷേ എന്തുകൊണ്ട് ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കണം? That's the second, that's the second purpose. അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. So that we might receive adoption as sons. എന്തുകൊണ്ടെന്നാൽ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. Israel had to be redeemed from the law's curse so that we, the church, Jew and Gentile, might receive adoption as sons. ദൈവത്തിന്റെ ശാപത്തിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുക്കപ്പെടുന്നതിന്റെ ആവശ്യകത ഇതായിരുന്നു. സഭ, യഹൂദന്മാരും യവനന്മാരും എന്ന വ്യത്യാസമില്ലാതെ സഭ പുത്രത്വത്തിന്റെ അവകാശം പ്രാപിക്കേണ്ടതിന്. The curse is taken so that blessing can flow. ശാപം എടുത്തു കളയപ്പെടുന്നു, അതിലൂടെ അനുഗ്രഹം ഒഴുകിയെത്തുന്നു. Sonship. പുത്രത്വം. It's one thing for Israel to be called son of God. It's okay for the perfect Israelite to be called the son of God. But it's utterly amazing that you and I, Gentiles, are also called sons of God. ഇസ്രായേലിനെ ദൈവത്തിന്റെ മക്കളെന്നും ആ പൂർണ്ണതയുള്ള ഇസ്രായേലിനെ ദൈവത്തിന്റെ മകനെന്നും വിളിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ യവനരായ, ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന നമ്മളെ ഓരോരുത്തരെയും ആ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നത് വളരെ ആശ്ചര്യം ഉളവാക്കുന്നതാണ്. And this was not an accident. ഇത് ഉടൻ തന്നെ സംഭവിച്ച ഒരു കാര്യം. This was God's plan from the very beginning. ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. Adopting you and me as his son was his plan from the beginning. ആദ്യം മുതലേ ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവരിക. That's why he sent his son. അതിനാണ് ദൈവം തന്നെ പുത്രനെ അയച്ചത്. That is why Israel had to be redeemed. അതിനാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കപ്പെടുവാനായിട്ട് ഇടയായത്. Imagine a God who changes the politics of the world so that he can adopt you. ദൈവം ഈ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം മാറ്റി ഒരു വ്യത്യാസം വരുത്തിയിട്ട് നമ്മളെ ഓരോരുത്തരെയും പുത്രത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കിയാട്ടെ. We often ask the question, who am I? നാം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചോദ്യമാണ്, ഞാൻ എന്തുള്ളൂ, ഞാൻ ആരാണ്? It may be time to change that question to whose am I? ആ ചോദ്യത്തിൽ നിന്ന്, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഞാൻ ആരുടെയാണ് എന്ന് ചിന്തിക്കണം. Is our identity and security tied to our money or our adoption? നമ്മളുടെ വ്യക്തിത്വം അത് നമ്മളുടെ
നമ്മളുടെ പണത്തിലാണോ അതോ നമ്മളുടെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്ന ആ പ്രവൃത്തിയിലൂടെയാണോ? Is it tied to what people think or our adoption? മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതോ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്ന അവസ്ഥയാണ്? Is it tied to our career or our adoption? നമ്മളുടെ ജോലി സംബന്ധമായ രീതിയിലാണോ നമ്മളുടെ വ്യക്തിത്വം നിൽക്കുന്നത് അതോ നമ്മളുടെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്ന അവസ്ഥയാണ്? Is my identity tied to my ministry or is it tied to my adoption? എൻ്റെ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലാണോ അത് ലിങ്ക് ആയിട്ടിരിക്കുന്നത്? One plan to send his son at the right time. ഒരു പദ്ധതി ആയിരുന്നു അത് തന്റെ പുത്രനെ ഈ ലോകത്തിലെ കാലസമ്പൂർണതയിൽ അയച്ചു. Two purposes: to redeem Israel from slavery and the curse of the law, so that you and I can be called sons of God. അതിന്റെ രണ്ട് ഉദ്ദേശമുണ്ടായിരുന്നു. ഇസ്രായേലിനെ വീണ്ടെടുത്തു, മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് വീണ്ടെടുത്തു, നമ്മളെ ഓരോരുത്തരെയും പുത്രത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. One plan, two purposes. ഒരു പദ്ധതി, രണ്ട് ഉദ്ദേശം. Once upon a time, I was traveling on an airplane and I was trying to settle in. ഒരിക്കൽ ഞാൻ ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ എല്ലാം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. And my legs were feeling very empathetic toward the Virgin Mary. എനിക്ക് യേശുവിന്റെ അമ്മ മറിയയോട് വളരെ സഹതാപം തോന്നി എൻ്റെ കാലുകളുടെ കാര്യം ഓർത്തപ്പോൾ. Both she and my legs had no room. എനിക്കും മറിയയ്ക്കും സ്ഥലമില്ലായിരുന്നു എന്നുള്ളത്. So the air hostess, seeing my struggle, എയർ ഹോസ്റ്റസ് എൻ്റെ പ്രയാസം കണ്ടിട്ട് comes up to me and asks, "Would you like to sit in those chairs?" എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ ഫ്രണ്ടിലുള്ള ചെയറുകളിൽ ഇരിക്കണമെന്ന് ആഗ്രഹം? Those big roomy chairs. വളരെയധികം സ്പേസ് ഉള്ള ആ ചെയറുകളിൽ ഇരിക്കണോ എന്ന് ചോദിക്കുക. Suspicious fellow that I am, I asked, "How much do I need to pay for that?" ഞാൻ ചോദിക്കുന്നു, ഞാൻ സംശയത്തോടെ ചോദിക്കുന്നു, അതിന് എത്ര പൈസ കൊടുക്കണം, കൂടുതൽ കൊടുക്കണം എന്ന്. She smiled very secretively and said, "No charge, sir." എയർ ഹോസ്റ്റസ് എന്നോട് ചിരിച്ചുകൊണ്ട് പറയുന്നു, ചാർജുകളൊന്നുമില്ല. I wondered why I was selected. ഞാൻ ചിന്തിച്ചു, എന്താണ് എന്നെ തെരഞ്ഞെടുത്തത്? Perhaps it was divine intervention. ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. So I sat on my new throne. ഞാൻ പുതിയ സിംഹാസനത്തിൽ പോയിരുന്നു. I stretched my legs. ഞാൻ കാലുകളൊക്കെ നീട്ടിവെച്ചു. I surveyed my glorious kingdom. എന്റെ മഹത്വമുള്ള രാജ്യത്വം ഞാൻ കണ്ടു. When suddenly the air hostess comes up again. എയർ ഹോസ്റ്റസ് വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, "Sir, did you read the card?" തന്നിരിക്കുന്ന കാർഡ് നിങ്ങൾ വായിച്ചോ എന്ന് ചോദിച്ചു. "Card? ഏത് കാർഡ്?" "This card, sir." And she starts waving this operating manual at me. ഈ കാർഡ് എന്ന് പറഞ്ഞ് അതിന്റെ ഇൻസ്ട്രക്ഷൻ എഴുതിയിരിക്കുന്ന ആ കാർഡ് കാണിച്ചു. "Since you chose to sit here, you need to know how to operate the door." നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ എമർജൻസി എക്സിറ്റിന്റെ ഡോറ് എപ്രകാരം പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞു. "Everybody depends on you." എല്ലാവരും നിങ്ങളിലാണ് ആശ്രയിക്കുന്നത് എന്ന് പറയും. The rest of the flight, I did not stretch my legs. I did not survey that glorious kingdom. I looked at that card. അതിനുശേഷം ആ ഫ്ലൈറ്റിലുള്ള യാത്രയുടെ സമയത്ത് ഞാൻ എൻ്റെ കാലുകൾ നേരെയാക്കിയില്ല. ഞാൻ എൻ്റെ മഹത്വമുള്ള രാജ്യത്വം ഒന്നും കണ്ടില്ല. ഞാൻ ആ കാർഡിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. And I prayed. ഞാൻ പ്രാർത്ഥിച്ചു for divine intervention. ദൈവിക പദ്ധതി, ദൈവത്തിന്റെ കൈകടത്തലിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. I prayed for no emergency. ഞാൻ അത്യാഹിതമായിട്ട് ഒന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. Lesson learned. ഞാൻ പാഠം പഠിച്ചു. Like Spider-Man kept hearing. സ്പൈഡർമാൻ കേൾക്കുന്ന പോലെ, with great privilege comes great responsibility. വലിയ സവിശേഷ ഇത് ലഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും എന്ന് സ്പൈഡർമാനോട് പറയുന്നത് പോലെ. One plan, two purposes, and as we look at the three privileges, keep in mind that with great privilege comes great responsibility. ഒരു പദ്ധതി, രണ്ട് ഉദ്ദേശങ്ങൾ, മൂന്ന് സവിശേഷതകൾ നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളുമുണ്ട് എന്ന്. At the same time, if you and I are struggling as sinners, these privileges are what this son offers.
നാം പാപത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് തരുന്ന സവിശേഷതകൾ ഇതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. And all of these privileges are tied to the fact that we are adopted as sons. ദൈവത്തിന്റെ പുത്രത്വം ലഭിച്ചതിനാലാണ് നമുക്ക് ഈ ഓരോ സവിശേഷതകളും ലഭിച്ചത് എന്ന് നമുക്ക് പറയാം. The first privilege, God is our Abba. ആദ്യത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുടെ പിതാവാണ് എന്നാണ്. Take a look at verse 6. ആറാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. Because you are sons, now that is what we call a ground, a reason. നിങ്ങൾ മക്കളാകൊണ്ട് എന്നുള്ള അതാണ് അതിന്റെ അടിസ്ഥാനം. God sent not only his son, but he sent the spirit of his son. ദൈവം ദൈവത്തിന്റെ പുത്രനെ മാത്രമല്ല ദൈവത്തിന്റെ പുത്രന്റെ ആത്മാവിനെയും അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. And look at where God sent the spirit of his son. എങ്ങോട്ടാണ് ദൈവത്തിന്റെ പുത്രന്റെ ആത്മാവിനെ അയച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. God sent the spirit of his son into our hearts. ദൈവത്തിന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നാണ്. Children, what do you call your father? Some examples? കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെ എന്താണ് വിളിക്കുന്നത്? അപ്പന്മാരെ എന്തോ വിളിക്കുന്നത്? You call them father? Probably they will understand English more than Malayalam. What do you all call your fathers? Nothing. Oh my. Eda? Then? Huh? I'll do that. I call my father Appa. ഞാൻ എൻ്റെ പിതാവിനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. Take a look at verse 6 again. ആറാമത്തെ വാക്യം ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. God sends the spirit of his son സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം അയച്ചിട്ട് into our hearts, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിട്ട് and we with the spirit ഈ ആത്മാവിനാൽ നാം ഓരോരുത്തരും we can call God Appa. നമുക്ക് ഈ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനായിട്ട്. If you call your father Papa, the Holy Spirit enables you to call the omnipotent God Papa. നിങ്ങളുടെ പിതാവിനെ പപ്പ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ സ്വർഗത്തിലെ അതിശക്തനായ ഈ ദൈവത്തെ പപ്പ എന്ന് വിളിക്കുവാൻ ഈ ആത്മാവ് നിങ്ങളെ സഹായിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. Adopted sons who can call their God Appa. പുത്രത്വം പ്രാപിച്ച നാം ഓരോരുത്തർക്കും ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. When you call your father Papa or Appa or Daddy, there is both respect and love when you do that. നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അപ്പ എന്നോ പപ്പ എന്നോ ഡാഡി എന്നോ വിളിക്കുമ്പോൾ അവിടെ സ്നേഹവും ബഹുമാനവും വരുന്നുണ്ട്. It is a tremendous privilege. അതൊരു വലിയ സവിശേഷതയാണ്. No one else can call your father Appa. വേറെ ആർക്കും നിങ്ങളുടെ പിതാവിനെ അപ്പ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. In short, God's purpose in redemption is for him to be our Appa. ദൈവത്തിന്റെ ഈ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ദൈവം നമ്മളുടെ പിതാവായിട്ട് നമ്മളുടെ അപ്പയായിട്ട് ഇരിക്കുന്നതിനാലാണ്. With great privilege comes great responsibility. നമുക്ക് ഈ സവിശേഷത ലഭിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഓർമ്മിക്കുന്നു. Remember that none of this is accidental. All of this was God's plan from the very beginning. You being adopted as the triune God's son and his daughter. ഇത് പൊടുന്നതിന് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. ദൈവം ഇതിനു കാലങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചതും പദ്ധതിയിട്ടതുമായ ഒരു കാര്യമാണ്. ത്രിയേക ദൈവം നമ്മളെ ഓരോരുത്തരെയും മക്കളാക്കി തീർത്ത ആ സവിശേഷത. You can call him Appa. നിങ്ങൾക്ക് ഈ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാം. But let me ask us this question. എന്നാൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. Whose approval are we running after? ആരുടെ അംഗീകാരമാണ് നാം ചിന്തിക്കുന്നത്? നാം അതിന്റെ പുറകെയാണ്, ആരുടെ അംഗീകാരത്തിന് പുറകെയാണ് നമ്മൾ? Do we want our parents to be happy? നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. Church family? സഭയിലുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. Do we want friends to like us? സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് നമ്മളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. Do we want bosses to like us?
നമ്മളുടെ മേലധികാരികൾ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. We want clients and patients to like us. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരും അവര് നമ്മളെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. Why do we need to run after everyone's approval when the triune omnipotent God sees us as his privileged children? മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പുറകെ നാം എന്തിനു പോകണം? ത്രിയേക ദൈവം നമ്മളെ ഓരോരുത്തരെയും തന്റെ മക്കളാക്കി തീർത്തു എന്നുള്ള സത്യം നാം മനസ്സിലാക്കുന്നുണ്ട്. If this all-powerful God is our Father, let me ask us one more thing. How much time do we spend in prayer? ഈ വലിയവനായ അതിശക്തനായ ദൈവം നമ്മളുടെ പിതാവാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എത്രമാത്രം സമയം നാം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു? And if we are a church family, how much time do we spend asking one another, whose are you? നാം സഭയായിട്ട് നാം ഇത്രയും അതിശക്തനായ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ഉറപ്പുണ്ട് എങ്കിൽ നാം അന്യോന്യം നിങ്ങൾ ആരുടെയാണ് എന്ന ചോദ്യം എത്ര പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നു? Do you help each other see God as your Appa? നിങ്ങൾ മറ്റുള്ളവരെ ദൈവത്തെ പിതാവായിട്ട് കാണുവാനായിട്ട് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? So dear struggling sinner, പ്രയാസപ്പെടുന്ന പാപിയായ മനുഷ്യ, come to Jesus. കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരിക. Jesus the Son. പുത്രനായ യേശുക്രിസ്തുവിലേക്ക്. And enjoy the first privilege of calling God Appa. അതിലൂടെ കർത്താവ് പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന ആ സവിശേഷതയിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യും. The second privilege, രണ്ടാമത്തെ സവിശേഷത, again in verse 6, ആറാമത്തെ വാക്യത്തിൽ, observe again where God the Father sends God the Spirit of God the Son. എവിടെയാണ് പിതാവായ ദൈവം ആത്മാവായ ദൈവത്തെ പുത്രനായ ദൈവത്തിലൂടെ അയക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. Where does he send the Spirit? എവിടെയാണ് ആ ആത്മാവിനെ അയക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Where is God? എവിടെയാണ് ദൈവം? In our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. Earlier God walked in a garden, God dwelt in a tabernacle, a tent, and God dwelt in a temple. ആദ്യം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ദൈവം ഒരു പൂന്തോട്ടത്തിലാണ് നടന്നത് എന്ന് കാണുന്നു. പിന്നീട് അത് സമാഗമന കൂടാരത്തിലാണെന്ന് കാണുന്നു. പിന്നീട് അത് ആലയത്തിൽ ആണെന്ന് കാണുന്നു. And now we become the dwelling place of God. എന്നാൽ ഇപ്പോൾ നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന സ്ഥലങ്ങളായി മാറും. That same God of whom we heard, holy, 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 now dwells where? In our hearts. ഇതേ ദൈവത്തെ നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഇതേ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കും. Where is the holy of holies now? എവിടെയാണ് അതിപരിശുദ്ധമായ സ്ഥലം എന്ന് നമുക്ക് ചിന്തിക്കാം. ഹൃദയത്തിൽ. In short, God's purpose in redemption is to make us his dwelling place. രണ്ടാമത്തെ ഈ ഉദ്ദേശം, രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം, വാസസ്ഥലം നമ്മളുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിലാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. With great privilege comes great responsibility. വലിയ ഉദ്ദേശങ്ങളോടൊപ്പം തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് ഓർക്കുക. When people come to you and speak to you and deal with you and deal with me, what do they see? What do they experience? മറ്റുള്ളവർ നമ്മോട് വന്ന് സംസാരിക്കുമ്പോൾ, നമ്മളോട് ഇടപെടുമ്പോൾ എന്താണ് അവർ കാണുന്നത്, എന്താണ് അവർക്ക് മനസ്സിലാകുന്നത്? Remember, if you are the dwelling place of God Almighty, do they experience God Almighty? ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവർ ഇടപെടുമ്പോൾ അവര് ഈ ദൈവത്തെ കാണുവാനായിട്ട് ഇടയാവുന്നുണ്ട്. Do they experience the presence of God? ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. As his dwelling place now, how do you and I intercede for those outside? ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കുന്ന നാം ഓരോരുത്തരും
അതിന് പുറത്ത് നിൽക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്രകാരം നമ്മൾ മധ്യസ്ഥത ചെയ്യുന്നു? Do we pray for our leaders, our country, our state, our roads? നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ റോഡുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? We are the bridge between earth and God. ലോകവും ദൈവവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നാം ഓരോരുത്തരും. Are we holy and set apart in the way we live? ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജനമാണോ നാം ഓരോരുത്തരും? What do we fill our minds with? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണ് നാം നിറയ്ക്കുന്നത്? What do our eyes look at? എന്താണ് നമ്മളുടെ കണ്ണുകൾ കാണുവാൻ ശ്രമിക്കുന്നത്? What do our ears hear? എന്താണ് നമ്മളുടെ ചെവികൾ കേൾക്കുവാൻ ശ്രമിക്കുന്നത്? And what comes out of our mouth? എന്താണ് നമ്മളുടെ വായിൽ നിന്ന് വരുന്നത്? We are supposed to be the dwelling place of God. നമ്മൾ ദൈവത്തിന്റെ വാസസ്ഥലം ആകുവാനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. So, dear struggling sinner, come to Jesus the Son and enjoy the second privilege. You are called to be the dwelling place of God. എന്നെ കേൾക്കുന്ന എന്നെ ഭാവിയായ വ്യക്തികൾ ഓരോരുത്തരും ഇത് രണ്ടാമത്തെ സവിശേഷതയായിട്ട് നമുക്ക് ചിന്തിക്കാം. നാം ഓരോരുത്തരും ദൈവത്തിന്റെ വാസസ്ഥലമാണ് എന്നുള്ളത്. Privilege 1, we can call God Appa. Privilege 2, we now become the dwelling place of God. ഒന്നാമത്തെ സവിശേഷത നമുക്ക് നമ്മുടെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ സവിശേഷത നാം ഓരോരുത്തരും ദൈവത്തിന്റെ വാസസ്ഥലമായി തീർന്നു എന്നുള്ളത്. The third privilege is explicit in verse 7. We are heirs. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് 7ാമത്തെ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അവിടെ കാണിക്കുന്നു, അവകാശി. You are no longer enslaved, but you are a son. And if you are a son, then you are an heir through God. നീ ഇനി ദാസനല്ല പുത്രനത്തെ അത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകും. And the explanation of what an heir is found in verse 1. എന്താണ് അവകാശി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. I'll read it. Now I say, as long as the heir is a child, he does not differ at all from a slave, although he is owner of everything. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളതല്ല. I want to highlight a couple of things that are not that explicit in the English text. ഇംഗ്ലീഷിലുള്ള അതിനേക്കാൾ കൂടുതൽ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. The first thing that I'd like to show you is that the English expression owner of everything is not actually doing justice. യജമാനനെങ്കിലും ഇംഗ്ലീഷിലെ ഓണർ ഓഫ് എവറിത്തിങ് എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ഇടയില്ല. Here is why. That same expression is found 2 other times in the New Testament, and I'll read them for you. യജമാനനെങ്കിലും എന്നത് പുതിയ നിയമത്തിൽ അറ്റ്ലീസ്റ്റ് 2 സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Acts chapter 10 verse 36, I'll read it. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. The word which he sent to the sons of Israel, preaching peace through Jesus Christ, he is, and here's the expression, Lord of all. 10:36 അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുള്ള ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. Yes, that was yes, correct. He is Lord of all. എല്ലാത്തിനും മീതെ കർത്താവായ അവൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. The other time it shows up in the New Testament is found in Romans chapter 10 verse 12. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് രണ്ടാമത് അതിനെക്കുറിച്ച് പറയുന്നത്. For there is no distinction between Jew and Greek, for the same Lord is, again, Lord of all, abounding in riches for those who call him. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞതിന്റെ പരിഭാഷ മലയാളത്തിൽ വായിക്കുന്നത്. Lord of all. എല്ലാത്തിനും മീതെ കർത്താവ്. The same title that is used of Jesus Christ.
ഇതേ സവിശേഷതയാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. To be an heir is not just to be owner of everything. അവകാശി എന്നതുകൊണ്ട് നാം ഓരോരുത്തരും എല്ലാത്തിനും എല്ലാത്തിനും മേലെ യജമാനനായിരിക്കുക എന്നത് മാത്രമല്ല, To be an heir is to be Lord of all. ഈ യജമാനനായിരിക്കുന്നത് മാത്രമല്ല, എല്ലാത്തിനും മീതെ കർത്താവായിരിക്കുക. അവകാശി മാത്രമല്ല, യജമാനനാണ്. This should stagger us. ഇത് നാം ഓരോരുത്തരും വളരെ അധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Paul is making an audacious claim. ഇവിടെ പൗലോസ് ഒരു ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. But this is not a new claim. ഒരു പുതിയ കാര്യമല്ല. To be Lord of all is exactly what God told Adam to do. യജമാനൻ, എല്ലാത്തിനും മീതെ യജമാനനായിരിക്കുക എന്നുള്ളത് ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്. When God made Adam, he was called to rule the earth and to fill the earth with his glory. അതാണ് സൃഷ്ടിച്ചപ്പോൾ ഈ ലോകത്തില് എല്ലാത്തിനും മീതെ യജമാനായിരിക്കുകയും ഭരിക്കുകയും ചെയ്യുവാനായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. That is what it means to be an image bearer of God. അതാണ് ദൈവത്തിന്റെ രൂപത്തില് സാദൃശ്യത്തില് നാം ഓരോരുത്തരും ഉണ്ടാക്കപ്പെട്ടതിന്റെ അർത്ഥം. We are called to reflect God to those around us. ദൈവത്തെ പ്രതിബിംബിക്കുന്ന വ്യക്തികളായിട്ടാണ് നാം ഓരോരുത്തരും തീരേണ്ടത്. How? എപ്രകാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? Just look at the original image of God. ദൈവത്തിന്റെ ആദ്യത്തെ ആ രൂപവും സാദൃശ്യവും നമുക്ക് നോക്കാം. Not Adam, but Jesus. ആദമല്ല, യേശു കർത്താവ്. Look at the original Lord of all. യഥാർത്ഥമായ കർത്താവ്, എല്ലാത്തിനും മീതെയുള്ള യഥാർത്ഥമായ കർത്താവിനെ മാത്രം നോക്കുക. He was a king, but he wasn't a tyrant. ഒരു രാജാവായിരുന്നു, എന്നാൽ താനൊരു ഏകാധിപതിയല്ല. He used his power with compassion and love. തനിക്ക് ലഭിച്ച ആ അധികാരങ്ങൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അത് കാട്ടുന്നു. He was a Lord who did not come to be served, but to serve. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ വന്ന ഒരു രാജാവ്. This is what it means to be Lord of all. ഇതാണ് എല്ലാത്തിനും മീതെ കർത്താവായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But don't miss it. We, like Jesus, are called to do the same, to steward what God has put in our care. ഇതാണ് ദൈവം നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിൽ നാം ഓരോരുത്തരും ആയിത്തീരുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ To care for. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വിശ്വസ്തരായിട്ട് നാം കൈകാര്യം ചെയ്യാനുള്ള കാര്യവിചാരകരായി. So to be heirs is to be Lord of all. അവകാശി എന്നതുകൊണ്ട് യജമാനൻ ആയിരിക്കുക, കർത്താവായിരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. I want to clarify a second thing that the English text may not capture. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. In verse 6, you is plural. ആറാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നാണ് പറയുന്നത്, ബഹുവചനമാണ്. You plural are sons. നിങ്ങൾ മക്കളാകുകൊണ്ട് ബഹുവചനത്തിൽ പറയുന്നു. The Spirit is sent into our hearts, plural. ഈ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു, ബഹുവചനം. But in verse 7, Paul makes a change. ഏഴാമത്തെ വാക്യത്തിൽ നീ എന്നാണ് പറയുന്നത്. Paul shifts from plural to singular. ബഹുവചനത്തിൽ നിന്ന് ഏകവചനത്തിലേക്ക് പൗലോസ് മാറും. It's almost like he's pointing at Binoy and saying, Binoy, you are Lord of all. ഇവിടെ നാം ഓരോരുത്തരെയും വിരൽ ചൂണ്ടി പൗലോസ് പറയുന്നത് പോലെയാണ്, നിങ്ങൾ ഓരോരുത്തരും, നീ അത് ഇതിന് യജമാനനായിരിക്കുന്നു. In short, God's purpose in redemption is to make you and me individually Lord of all. കർത്താവിന്റെ ഈ വീണ്ടെടുപ്പ് പദ്ധതി മൂലം
എന്നെയും നിങ്ങളെയും ആ ഏകവചനത്തിൽ നമ്മളെ ഓരോരുത്തരെയും യജമാനന്മാരാക്കുന്ന ഒരു സാഹചര്യം. So with great privilege comes great responsibility, right? വലിയ സവിശേഷതകൾ ലഭിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളുമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു വരും. When people deal with us, who do they see? മറ്റുള്ളവർ നമ്മളോട് ഇടപെടുമ്പോൾ എന്താണ്, ആരെയാണ് അവർ കാണുന്നത്? Do they see a glimpse of the beauty of Jesus? കർത്താവ് യേശുക്രിസ്തുവിന്റെ സൗന്ദര്യത്തിന്റെ ഒരു കണിക അവർ കാണുന്നുണ്ടോ? We may not be kings of the universe right now, but God has given us things to care for right now, small kingdoms. നാം ഈ ലോകത്തിന്റെ അധിപതികളായിട്ട് ആയിരിക്കത്തില്ല നാം ഇപ്പോൾ. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നോക്കുവാനായിട്ട് കാര്യങ്ങളുണ്ട്. Those of us who serve at Bethany, ചർച്ചിൽ സേവിക്കുന്ന നാം ഓരോരുത്തരും, what does the congregation see in you? എന്താണ് മറ്റുള്ളവർ ഇവിടെ ആരാധിക്കുവാൻ വരുന്ന മറ്റുള്ളവർ നമ്മളിൽ കാണുന്നത്? Do we see Jesus in you as you shepherd, as you pray, as you care and love your flock? മറ്റുള്ളവർ കടന്നു വരുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും നാം ഓരോരുത്തരും സേവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ യേശുവിനെ കാണുന്നുണ്ട്. I don't know if some of us are grandparents, but do our grandchildren see facets of Jesus in our care for them? നമ്മളുടെ കൊച്ചുമക്കൾ നമ്മളിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പല മുഖം കാണുന്നുണ്ടോ? Ministers of Bethany and grandparents, you are all Lord of all. ബethനിയിൽ സേവിക്കുന്ന ഓരോരുത്തരും മാതാപിതാക്കളും വലിയപ്പച്ചന്മാരും വലിയമ്മച്ചന്മാരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും യജമാനൻ, എല്ലാത്തിനും ഈ യജമാനൻ ആക്കി വെച്ചിരിക്കുന്നു. Fathers, ask your children what they see about Jesus in you. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളോട് ചോദിക്കുക, എന്താണ് യേശുക്രിസ്തുവിന്റെ എന്ത് ഭാഗമാണ് എന്നിൽ കാണുന്നത് എന്ന്. Do they just see frustration and punishment, or do they see love and grace? ശിക്ഷയാണോ കാണുന്നത്, ദേഷ്യമാണോ കാണുന്നത്, അതോ സ്നേഹവും കൃപയും? Fathers, you are Lord of all. പിതാക്കന്മാരെ, നിങ്ങൾ എല്ലാ സകലത്തിനും അധികാരികളായിട്ടിരിക്കുന്നു, എല്ലാ സകലത്തിനും യജമാനായിരിക്കുന്നു. Mothers, your hands, your feet, your eyes, your lips are all tangible expressions for your children to see Jesus. മാതാക്കളെ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ അധരങ്ങൾ, ഇതെല്ലാം യേശുക്രിസ്തുവിനെ തൊട്ടറിയുവാനായിട്ട് നിങ്ങളുടെ മക്കൾക്കുള്ള മീൻസ് ആണ്. So how do you use your hands? How do you look at your children? How do you speak to them? എപ്രകാരമാണ് നിങ്ങളുടെ കൈകൾ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നത്? എപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംവാദിക്കുന്നത്, സംസാരിക്കുന്നത്? Every diaper you change and every mess you clean is a miraculous way in which you exercise lordship, Jesus lordship, and love. ഓരോ ഡയപ്പർ മാറ്റുമ്പോഴും, ഓരോ വൃത്തിഹീനമായത് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴും നിങ്ങൾ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ആ പ്രവൃത്തി കാണിക്കുകയാണ്. Mothers, you are Lord of all. മാതാക്കളെ, നിങ്ങൾ സകലത്തിലും അധിപന്മാരായിരിക്കുന്നു, നിങ്ങൾ യജമാനന്മാരായിരിക്കുന്നു. I know there are many doctors here. ഇവിടെ അനേകം ഡോക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. How do we treat our seniors and juniors? പ്രകാരമാണ് നിങ്ങളുടെ മേലധികാരികളെയും കീഴിലുള്ളവരെയും നിങ്ങൾ സംസാരിക്കുന്നവരോ? How do we treat nurses and irritating patients? നഴ്സസിനോടും പ്രയാസമുള്ള പേഷ്യൻസിനോടും നിങ്ങൾ പ്രകാരമാണ് ഡീൽ ചെയ്യുന്നത്. When patients come with Google and ChatGPT telling you that they know more than you, are you patient with your patients? ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും ChatGPT-യിലൊക്കെ നോക്കിയിട്ടും പേഷ്യൻസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരോട് നിങ്ങൾ ക്ഷമയുള്ളവരാണോ? How about those who ill-treat you at work, who abuse you for all the care you give, who take you for granted? ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുകയും നിങ്ങളോട് ക്രൂരമായി പെരുമാറുകയും നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് ക്രൂരമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന മറ്റുള്ളവരോട് നിങ്ങൾ എപ്രകാരമാണ് സമ്പാദിക്കുന്നത്? As instruments in the great physician's hands, we are tangible manifestations of sin's destruction on the cross. പാപത്തിന്റെ ആ പരിണിത ഫലമായ
കാൽവരി ക്രൂശിലെ മരണം അത് കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നാം ഓരോരുത്തരും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ തീർന്നിട്ടുണ്ടോ? We cannot have healing without the cross. സൗഖ്യം ക്രൂശിലൂടെ അല്ലാതെ സാധിക്കത്തില്ല. Doctors, you are Lord of all. ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരെ, നിങ്ങൾ സകലത്തിലും അധിപരായിരിക്കുന്നു, യജമാനന്മാരായിരിക്കുന്നു. Students, how do you reflect Jesus in your classroom and as you study? പഠിക്കുന്ന കുട്ടികളോട് എപ്രകാരമാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ ദൈവത്തെ കാണിക്കുന്നത്? If you are in Christ, you are Lord of your studies. നിങ്ങൾ കർത്താവിലാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിൽ, നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ യജമാനന്മാരാണ്, അതിൽ അധിപതിമാരാണ്. Is Christ what people see? നിങ്ങളിലൂടെ ക്രിസ്തുവിനെയാണോ കാണുന്നത്? Students, you are Lord of all. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളും സകലത്തിലും അധിപന്മാരാണ്, സകലത്തിലും യജമാനന്മാരാണ്. Bethany Christian Church, when people come here, who do they see? ബെഥനി ക്രിസ്ത്യൻ ചർച്ചിന്റെ ഭാഗമായിരിക്കുന്ന നാം ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, ഉള്ളിലേക്ക് ആരാധനയ്ക്കായിട്ട് മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ ആരെയാണ് അവരെ കാണുന്നത്? Who do each of us strive to be? നാം ഓരോരുത്തരും ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? Do they see the Lord of all? മറ്റുള്ളവർ നമ്മളെ അധിപതിയായ, സകലത്തിനും അധിപതിയായ, സകലത്തിനും യജമാനനായ ഒരു വ്യക്തിയാണോ കാണുന്നത്? So, dear struggling sinner, come to Jesus the Son and enjoy this third privilege. You are called to be Lord of all. കഷ്ടപ്പെടുന്ന പാപിയായ വ്യക്തിയായ നാം ഓരോരുത്തരോടുമുള്ള ആഹ്വാനം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരിക, നിങ്ങൾ സകലത്തിലും അധിപതിയാവും, സകലത്തിലും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സകലത്തിലും അധിപതിയാവും, സകലത്തിലും യജമാനനാവും. One plan to send his son at the right time. ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പുത്രനായ ദൈവത്തെ കാലസമ്പൂർണ്ണതയിൽ അയക്കുക എന്നുള്ളത്. Two purposes: to redeem Israel from slavery and the curse of the law, so that you and I might become sons of God. രണ്ട് ഉദ്ദേശമുണ്ടായിരുന്നു: ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനും അതിലൂടെ നാം ഓരോരുത്തരും പുത്രത്വത്തിലേക്ക് പുത്രത്വം പ്രാപിക്കേണ്ടതിന്. And let me explain the three privileges slightly differently. മൂന്ന് സവിശേഷതകൾ നാം ഇപ്പോൾ കേട്ട മൂന്ന് സവിശേഷതകൾ വ്യത്യസ്തമായ രീതിയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. We heard just before the Lord's table from Romans chapter 6. റോമർ എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നാണ് ദൈവത്തിൽ സംബന്ധിക്കുന്നതിന് മുമ്പ് നമ്മൾ കേട്ടത്. This repeated idea of in Christ, with Christ, in Christ. വീണ്ടും വീണ്ടും നമ്മൾ കേട്ടതാണ് ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ എന്നാണ് നമ്മൾ കേട്ടത്, ക്രിസ്തുവിലൂടെ എന്നാണ് നമ്മൾ കേട്ടത്. So let me make it visible. അത് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. Imagine this is Jesus. ഇത് ഈ കർച്ചീഫ് യേശു ക്രിസ്തു ആണ് എന്ന് ചിന്തിക്കുക. And this is me. അത് കൈപ്പത്തിയാണ് ഞാൻ എന്ന് ചിന്തിക്കുക. Where am I? ഞാനിപ്പോൾ എവിടെയാണ്? In Christ. ക്രിസ്തുവിൽ. When Christ died, ക്രിസ്തു മരിച്ചപ്പോൾ what happened to me? എനിക്ക് എന്ത് സംഭവിച്ചു? I died. ഞാനും മരിച്ചു. When Christ rose again, കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ I now live again. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. If God is Christ's Appa, യേശുവിന്റെ ദൈവം യേശുവിന്റെ പിതാവായിരുന്നു എങ്കിൽ who is my Appa? എന്റെ പിതാവ് ആരാണ്? God. ദൈവം. If God dwelt in Christ in the person of the Holy Spirit, what about me? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിൽ ആത്മാവ് പ്രേരിതനായിട്ട് വസിച്ചു എങ്കിൽ ഞാൻ ആരാണ്? ഞാൻ എന്താണ്? I too am the dwelling place of God. ഞാനും ദൈവത്തിന്റെ വാസസ്ഥലമാണ്. If Christ is Lord of all, കർത്താവ് യേശു ക്രിസ്തു സകലത്തിലും അധിപതിയാണ്, യജമാനനാണ് എങ്കിൽ if I am in Christ, I too am Lord of all. ഞാൻ ക്രിസ്തുവിലാണ് എങ്കിൽ ഞാനും എന്റെ സാഹചര്യത്തിൽ സകലത്തിനും അധിപതിയാണ്, സകലത്തിനും യജമാനനാണ്. If you study Galatians 3, you'll see that is exactly what Paul says. ഗലാത്യർ 3 നമ്മൾ പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. He talks about putting on Christ. ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ടാണ് അവിടെ ആഹ്വാനം ചെയ്യുന്നത്. But with great privilege comes great responsibility. വലിയ സവിശേഷതകൾ ലഭിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. Either we can be sons who are the dwelling place of God,
and we can be Lord of all. ദൈവത്തിന്റെ പുത്രൻ വസിക്കുന്ന വാസസ്ഥലമായിരിക്കുന്ന നാം ഓരോരുത്തരും ആയിരിക്കെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ യജമാനന്മാരായിട്ടും അധിപതികളായിട്ടും ഇരിക്കാം. Or we can sit in our comfortable chairs, enjoy the wonderful leg room like I did in the plane, the feeling of privilege, and finally trip and fall. അല്ല എങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ജീവിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഈ സിംഹാസനത്തിൽ നമ്മൾ വളരെ സൗഖ്യത്തോടെ ഇരുന്ന് കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് ഈ സവിശേഷതകളൊക്കെ ചുമ്മാ ഭൗതിക രീതിയിൽ മനസ്സിലാക്കി മാത്രം നമുക്ക് ജീവിക്കാം. Lord of all or trip and fall. സകലത്തിലും യജമാനനായിരിക്കാം, അധിപതിയായിരിക്കാം, അല്ലെങ്കിൽ തട്ടി വീഴാം. The choice is left to us. അത് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. I'm going to read a little bit from this book called The Persecutor. The Persecutor എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് അല്പം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. It was written by a Russian KGB agent. റഷ്യയിലെ ഏജന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി എഴുതിയതാണിത്. He had one job. ഒരൊറ്റ ജോലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. Go to prayer meetings and persecute the Christians. പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പോയി ഈ വിശ്വാസികളായവരെ പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു തനിക്ക് ലഭിച്ചിരുന്ന ഒരേ ഒരു ഉത്തരവാദിത്തം. This man first goes into a meeting and sees this girl Natasha. ആദ്യത്തെ പ്രയർ മീറ്റിംഗിന് പോകുമ്പോൾ നതാഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. What a waste of a believer, he thought. എന്ത് ഈ ജീവിതം വെറുതെ വൃഥാവാക്കി കളയുന്ന ഒരു വ്യക്തി എന്നാണ് ആദ്യം താൻ ചിന്തിച്ചത്. This man വിക്ടർ എന്ന പേരുള്ള ഈ വ്യക്തി he caught her, ആ പെൺകുട്ടിയെ പിടിച്ചിട്ട് lifted her above his head, തന്റെ തലയ്ക്ക് മുകളിൽ ഉയർത്തി പിടിച്ചിട്ട് and threw her against the wall. ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. She fell down half conscious, moaning. താൻ ബോധം നഷ്ടപ്പെട്ട് കരയുന്ന രീതിയിൽ ആ പെൺകുട്ടി താഴെ വീണു. Victor turned, laughed and said, I bet God was kicked out of her head then. താൻ ചിരിച്ചുകൊണ്ട് ഈ വിക്ടർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, ചിന്തിച്ചുകൊണ്ട് പറയുന്നു, കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് ഞാൻ ദൈവത്തെ അടിച്ചോടിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. 3 days later, another prayer meeting, there she is again. 3 ദിവസങ്ങൾക്ക് ശേഷം വേറൊരു പ്രയർ മീറ്റിംഗിന് വന്നപ്പോൾ ഈ നതാഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ വീണ്ടും കണ്ടു. This time they picked her up, threw her on a table and beat her till their hands were hurt. ഈ നതാഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ വെച്ച് എടുത്തു ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവളെ വീണ്ടും അടിക്കുവാനായിട്ട് ഇടയായി. തങ്ങളുടെ കൈകൾ വേദനിക്കുന്നിടത്തോളം അവർ അടിച്ചു. They pushed her off the table, she collapsed to the floor. ആ ടേബിളിൽ നിന്ന് തള്ളി താഴെയിട്ടു. നതാഷ എന്ന് പറയുന്ന പെൺകുട്ടി ബോധരഹിതയായി തീർന്നു. 1 week later, another prayer meeting. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രയർ മീറ്റിംഗിലൂടെ താൻ പോകുവാനിടയായി. There she was again. അവിടെ ഈ നതാഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ വീണ്ടും കണ്ടു. Another agent, Alex, came at her, hatred in his face. അലക്സ് എന്ന് പറയുന്ന വേറൊരു ഏജന്റ് വന്ന തന്റെ മുഖത്ത് വളരെയധികം ദേഷ്യത്തോടു കൂടി നതാഷയുടെ അടുത്തേക്ക് വന്നു. And something strange happened. പെട്ടെന്ന് അസ്വാഭാവികമായ എന്തോ സംഭവിച്ചു. That same Victor who threw her the first time, വിക്ടർ ആദ്യം വലിച്ചെറിഞ്ഞ വിക്ടർ എന്ന് പറയുന്ന ആ വ്യക്തി jumped in between Natasha and this Alex. അലക്സിന്റെയും നതാഷയുടെയും ഇടയിലേക്ക് കയറി ചെന്നിട്ട് Alex said, "Get out of my way." അലക്സിനോട് പറഞ്ഞു, അലക്സ് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോകാനായിട്ട് പറഞ്ഞു. Victor's feet did not move. വിക്ടർ മാറിയില്ല. He raised his club and said, "Alex, I am telling you, if you touch her, you will get it." വിക്ടർ പറയുന്നു, തന്റെ കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അലക്സ്, ഈ നതാഷയെ നീ തൊട്ടാൽ നീ വിവരമറിയും, സംഭവം മാറും. Natasha was shivering on the floor behind him. നതാഷ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Alex shouted angrily, "You want her for yourself, don't you?" അലക്സ് പറയുന്നു, വിക്ടർ, നിനക്ക് ഈ നതാഷയെ നിനക്ക് വേണ്ടിയിട്ട് തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുവാനായിട്ട് വേണം അല്ലേ എന്ന് ചോദിക്കുന്നു. "No," Victor shouted back.
അല്ല എന്ന് വിക്ടർ ഉറക്കെ പറയുന്നു. She has something that we don't have. തനിക്ക് നമുക്കില്ലാത്ത ഈ നതാഷ എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്കില്ലാത്ത എന്തോ ഒന്ന് ഉണ്ട്. Privilege. സവിശേഷത. She has something that we don't have. അവൾക്ക് നമുക്കില്ലാത്ത എന്തോ ഒരു സവിശേഷത ഉണ്ട്. Can people say that about us? മറ്റുള്ളവർ നമ്മളെ നോക്കി അങ്ങനെ പറയുവാനായിട്ട് ഇടയാകുമോ? We have something they don't have. നമുക്ക് എന്തോ ഒരു സവിശേഷത, മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു സവിശേഷത നമുക്കുണ്ടോ? Brothers and sisters, because of Jesus, you have something that they don't have. സഹോദര സഹോദരി, മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു സവിശേഷത നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. God is your Appa. ദൈവം നിങ്ങളുടെ പിതാവാണ്, അപ്പനാണ്. You are His dwelling place. നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. You are Lord of all. നിങ്ങൾ സകലത്തിലും അധിപനാണ്, യജമാനനാണ്. Tremendous privilege എന്തൊരു വലിയ സവിശേഷതയാണ്, and tremendous responsibility. എന്തൊരു വലിയ ഉത്തരവാദിത്തമാണ്. So let me leave us with something easy to do. ചെയ്യുവാൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഞാൻ നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. I think all of you received that yellow post-it. ഒരു മഞ്ഞ കളറിലുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. Now think about this. Which privilege are you most likely to forget? ഏത് സവിശേഷതയാണ് ഏറ്റവും എളുപ്പത്തിൽ മറക്കുവാൻ ഇടയുള്ളത്, നമ്മൾ മറന്നു പോകാൻ ഇടയുള്ളത് എന്ന് ചിന്തിക്കുക. Is that God is your Appa? ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ളതാണോ? That God is your dwelling place? ദൈവം നമ്മുടെ വാസസ്ഥലമാണ്, Sorry, that you are God's dwelling place? നമ്മൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ് എന്നുള്ളതാണോ? Or that you are Lord of all? അതോ നാം എല്ലാത്തിനും അധിപനാണ്, യജമാനനാണ് എന്നുള്ളതാണ്? What you might forget, write it down. എന്ത് മറക്കാൻ ഇടയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അത് ആ പേപ്പറിൽ എഴുതുക. And stick it somewhere that you're going to see again and again. വീട്ടിൽ, ഭവനത്തിൽ എവിടെയെങ്കിലും എപ്പോഴും കാണാൻ ഇടയുള്ള സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക. You can stick it on your mirror. നിങ്ങളുടെ കണ്ണാടികളിൽ അത് ഒട്ടിച്ചു വെക്കാം. You can stick it on your phone. ഫോണിൽ ഒട്ടിച്ചു വെക്കാം. You can stick it in your Bible. ബൈബിളിൽ ഒട്ടിച്ചു വെക്കാം. The point is that you remember. അതിന്റെ നിങ്ങളത് ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. Remember our privilege. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സവിശേഷത ഓർക്കുക. God is your Appa. ദൈവം നിങ്ങളുടെ പിതാവാണ്, അപ്പനാണ്. You are His dwelling place. നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. You are Lord of all. നിങ്ങൾ സകലത്തിലും അധിപനാണ്, യജമാനനാണ്. One plan, two purposes, three privileges. ഒരു പദ്ധതി, രണ്ട് ഉദ്ദേശം, മൂന്ന് സവിശേഷത. Let's pray. പ്രാർത്ഥന. Father in heaven, we thank you and praise you for all that you've accomplished for us in Christ Jesus. Father, where would we be without Him? And Lord, you know that we are weak, we struggle, and we have a tremendous responsibility because of these privileges that you have granted us. Grant us, Father, in the power of your Holy Spirit, shape and fashion us into the likeness of Jesus day by day. Transform us, Lord, from one degree of glory to another as we look at the face of the Lord. As we renew our minds, Father, transform us by your word. To that end, Lord, I pray that Bethany Christian Church would really be a beacon of light in this area. I pray that each one of us would show the love of Jesus to those around us, that people would see, hear, believe that there is only one Lord of all, and we are His little kings, juniors to this great King. Father, may we never lose sight of our privilege. Help us in your might, in your power, to be image bearers of your great Son. In His name we pray. Amen. Thank you, brother, for beautiful thoughts put before on the word. From the beginning, from morning service, we have been hearing wonderful messages.